Good morning, everyone. Today we are discussing about the topic on BRL 106 Unit 1 Human Resource Management and Overview. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറാണ് BRL 101. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, ഒരു ഓവർവ്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM ആക്ടിവിറ്റീസ്, റോൾസ് ഓഫ് HRM, എങ്ങനെയാണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അതൊക്കെയാണ് ഈ ഒരു പേപ്പർ ത്രൂ. HRM കുറിച്ചാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു പേപ്പർ ത്രൂ കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. BRL 106 ആണ്. നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ്, എന്താണ് HRM ആക്ടിവിറ്റീസ്, റോൾ ഓഫ് HRM. ഓക്കെ, അങ്ങനെ ഒരു യൂണിറ്റ് 12 യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് HRM ആക്ടിവിറ്റീസ്? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CV സെലക്ട് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആരാണ്? ഈ ഒരു HRമാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ആ ഒരു കമ്പനിയിലെ HR മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അല്ലാതെ എന്തായാലും കമ്പനിയുടെ മാനേജർ അല്ല എന്ത് ചെയ്യുന്നത്, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ CV സെലക്ട് ചെയ്ത് നമ്മളോട് ഓക്കെ ആണോ, ഇതിലോട്ട് ഓപ്റ്റ് ആവുമോ, നിങ്ങൾക്ക് ഈ ഒരു സാലറി പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ നമ്മളുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തുന്നത് ആരാണ്? ആ കമ്പനിയിലെ HRമാരാണ് എന്ത് ചെയ്യുന്നത്, HR മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുമായി ഇന്ററാക്ഷൻ നടത്തുന്നത്. നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആ ഡേറ്റ് വരെ ഫിക്സ് ചെയ്യുന്ന ആരാണ്? നമ്മളുമായി കോൺടാക്ട് ചെയ്യുന്ന ആരാ? HR മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ കമ്പനീസിലും എന്തുണ്ട്, അവരൊരു HR മാനേജർ ഉണ്ട്. എല്ലാ ഹ്യൂമൻ റിസോഴ്സസ് അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി, അവിടെ സ്റ്റാഫിന് വേണ്ടി, സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളും, സ്റ്റാഫിന്റെ പേറോള്, സ്റ്റാഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെ, റെമ്യൂണറേഷൻ, അതേപോലെ തന്നെ അവിടുത്തെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു HRമാരാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു ബിസിനസ്സിലെ ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയീസ്, വർക്കേഴ്സ്, സ്റ്റാഫുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആരാണ്? അവിടുത്തെ HR മാനേജേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, വാട്ട് ഈസ് HRM, വാട്ട് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി HRM, റോൾസ് ഓഫ് ദി HRM, ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി HRM. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ലെറ്റ്സ് ഡിസ്കസ് നൗ. ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മീൻസ് എംപ്ലോയീസ്, ആ പേഴ്സണൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ അവിടെയുള്ള ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ, അവിടുത്തെ സ്റ്റാഫിനെ എന്ത് ചെയ്യാണ്, മാനേജ് ചെയ്യാം. അവരുടെ ഒരു ടീമായിട്ട് അവരുടെ എല്ലാവരും കൂടി എന്ത് ചെയ്യുക, ഒരു ഇന്റഗ്രിറ്റി, അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താ, അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അവരുടെ ഓരോരുത്തരും വർക്കിനെയും അവരുടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ഓരോ ടാസ്ക് അവർക്ക് ഫിക്സ് ചെയ്യുന്നതും, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ, ഓക്കെ, അതിനുള്ളൊരു ഗ്രീവൻസസ്, ഒരു സൊല്യൂഷൻസ് എന്ത് ചെയ്യാണ്, അവർക്ക് എന്ത് ചെയ്യാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും, അവരുടെ സാലറി ഇംപ്രൂവ്മെന്റ്സ്, അവർ ചെയ്യുന്ന പെർഫോമൻസ് അനാലിസിസ്, അതിനനുസരിച്ച് എന്ത് ചെയ്യാണ് അവർക്ക് ഒരുപാട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ അവാർഡ്സ്, റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്നത്, അതേപോലെ PF, ഇൻസെന്റീവ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആരാണ്? ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ കമ്പനിയിലെ മാനേജേഴ്സിന് എന്തുണ്ടാവില്ല, എല്ലാ സ്റ്റാഫിനെയും എല്ലാ വർക്കേഴ്സിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്, ഈ ഒരു HRമാർ അവിടെ ഉള്ളത്, HR മാനേജേഴ്സ് അവിടെ ഉള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരുടെ പേറോൾ സിസ്റ്റംസിലെ ഇവരാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വർക്കേഴ്സിന്റെ സ്റ്റാഫിന്റെ എന്ത് ചെയ്യുന്നത്, പേറോളുകൾ ഉണ്ടാക്കുന്നത്. പേറോൾ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സാലറി, ഇൻസെന്റീവ്, PF, നമ്മൾ എടുക്കുന്ന ലീവ്, അത് ലീവിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാലറി കട്ടിങ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ എല്ലാ ആക്ടിവിറ്റീസും അതുമായി ബന്ധപ്പെട്ട പേറോൾ മാനേജ്മെന്റ് എല്ലാം എന്ത് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു HR മാനേജേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജിങ് people in organizations in a structured and complete manner.
അതായത് ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാ ഈ HR മാനേജേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന എന്തിനാണ്? ഓർഗനൈസേഷൻ എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അവരൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും അല്ലേ? ആ സ്റ്റാൻഡേർഡിലോട്ട് എന്ത് ചെയ്യണം? ഒരു ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ വർക്കേഴ്സിനെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? അവർക്ക് എന്ത് ചെയ്യുക? ട്രെയിനിങ് പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യാണ്? കണ്ടക്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഓക്കെ, ചില മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിയർ ചെയ്യേണ്ട ഡ്രസ്സുകൾ എന്താണ്? ചിലപ്പോൾ നല്ലധികം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വിയർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുക? ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ് ഇപ്പോ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ആണ് എന്ത് നമ്മുടെ കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റാഫുകളോട് എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ മെഷീൻസിനെ കുറിച്ചിട്ട്, പുതിയ എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ അപ്ഡേഷൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ HR എന്ത് ചെയ്യണം? ഈ സ്റ്റാഫ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ രീതിയിൽ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യും. അവർ ആ രീതിയിൽ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കും. ഇതിലൂടെ എന്താണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? ഇതിലൂടെ നമ്മൾ എന്താണ് നേടിയെടുക്കുന്നത്? ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എത്താൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ബ്രീഫ്, ഒരു ചെറിയൊരു ഷോർട്ട് ബ്രീഫ് എന്ന് പറയാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് കോർ എലമെന്റ്സ് ഓഫ് HRMന്റെ കോർ എലമെന്റ്സ്. എന്താണ് കോർ എലമെന്റ്സ് ഓഫ് HRMൽ വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു HRM എന്തായിരുന്നു? നമ്മള് സ്റ്റാഫുകളെ, വർക്കേഴ്സിന് എന്ത് ചെയ്യാണ്? എല്ലാവരെയും കൂടി ഇന്റിഗ്രേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ഓരോ HR മാനേജേഴ്സും ചെയ്യുന്നത്. ഓക്കെ, ഇനി കോർ എലമെന്റ്സ് ഓഫ് HRMൽ ഫസ്റ്റ് വരുന്നതാണ് പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ സ്റ്റാഫ് അല്ലെ? പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫാണ്, വർക്കേഴ്സ് ആണ്. വർക്കേഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിലോട്ട് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. ഒന്നോ രണ്ടോ ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് ഒരുപാട് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. എന്ത് വേണം? ഒരുപാട് വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമാണ്. ഒരുപാട് സ്റ്റാഫ്സിന് നമുക്ക് ആവശ്യമാണ്. അപ്പൊ എന്താണ് ഇവരുടെ എല്ലാവരുടെയും ഇന്റഗ്രേറ്റ് ചെയ്ത് ടീമായിട്ട് എന്ത് ചെയ്യാണ്? അവരെ ഒന്ന് ലീഡ് ചെയ്ത് എന്ത് ചെയ്യാണ്? മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഏറ്റവും HRMലെ മെയിൻ ആയിട്ടുള്ള ആളാരാണ്? പീപ്പിൾ, അവിടുത്തെ സ്റ്റാഫുകൾ, അവരുടെ വർക്കിംഗ് ഹവേഴ്സ്. ഓക്കെ, 8 ഹവേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ട്. അതിൽ 10 to 11 ഹവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2.5 ഹവേഴ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാണ്? ബ്രേക്ക് കൊടുക്കണം. ഓക്കെ, അത്രയും ഹവേഴ്സ് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 2.5 ഹവേഴ്സ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവർ ഇത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ആദ്യമൊക്കെ എന്ത് നമുക്ക് ഓവർ ടൈം വർക്ക് അല്ലെ, 24 ഹവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് ഓവർ ടൈം വർക്ക് എടുക്കുന്നത് അവർക്ക് എന്ത് കൊടുക്കുന്നില്ല? സാലറി കൊടുക്കുന്നില്ല, അതിനനുസരിച്ചുള്ള ഇൻസെന്റീവ് കൊടുക്കുന്നില്ല. ആ സിസ്റ്റം ഒക്കെ ഇല്ലാതാക്കി എന്താ ചെയ്യുന്നത്? ഇപ്പോ ഒരു ഇത്ര മിനിമം ഇത്ര ഹവേഴ്സ്, 10 to 11 ഹവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു 2.5 ഹവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോ വർക്കില് നമ്മൾ ഇപ്പൊ ഒരു നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ രാവിലെ ഒരു 9:30 ഓഫീസിൽ കയറി എന്താണ് ഒരു 11 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് എടുക്കാം. നമ്മൾ കോഫി കുടിക്കുന്നുണ്ട്, ടീ കുടിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു ആഫ്റ്റർനൂൺ ടൈം അല്ലെങ്കിൽ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് ആവുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ, എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്കേഴ്സിന് എന്ത് വേണം? സാലറിക്ക് പുറമെ എന്തുണ്ട്? ആ വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്? മെയിൻ. നമുക്ക് സാലറി എന്താണ്? സാലറി വേണം, സാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ബട്ട് ആ വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയീസിനും എന്ത് വേണം? ഒരു ഫ്രീ മൈൻഡ്, ഒരു റിലാക്സേഷൻ. എന്നാലേ അവർക്ക് അവരുടെ മൈൻഡിൽ പുതിയ പുതിയ ഐഡിയാസ്, പുതിയ തോട്ട്സ്, അവരുടെ പുതിയ ക്രിയേഷൻസ് ഒക്കെ നമുക്ക് ഓർഗനൈസേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ആരാണ്? കോർ എലമെന്റ് ആരാണ്? അവിടുത്തെ പീപ്പിൾ, സ്റ്റാഫ്. ഓക്കെ, പിന്നെ വരുന്നതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്?
എല്ലാത്തിനെയും അക്യൂഷൻ ചെയ്യുന്നത് ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് റെമ്യൂണറേറ്റിംഗ്. അതായത് എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യാണ്, ഒരുമിച്ച് കൂട്ടുക. അതിന്റെ ടീമായിട്ട് ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോളിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഓരോരുത്തർക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ടാസ്ക് ഇത്ര മണിക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ഡിലേ വരാതെ ഇത്ര ഹവേഴ്സിനുള്ളിൽ ഇത്ര ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, അതിന് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കണം. ആ ഔട്ട്പുട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോരുത്തരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടും ചിലപ്പോൾ ഫാസ്റ്റ് ആയി ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ ചില വർക്കുകൾ നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ചില വർക്കുകൾ എന്താ ഫാസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ ഒരുപാട് മാക്സിമം എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും ഔട്ട്പുട്ട്. അപ്പോൾ അതൊക്കെ പെർഫോമൻസ് ബേസിൽ എന്ത് ചെയ്യാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും. പിന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അവരെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. ആ വർക്കേഴ്സിൽ എന്താണ് ഒരു വർക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയി ടൈം ഡിലേ വരാതെ ഔട്ട്പുട്ടിലോട്ട് വളരെയധികം എന്താണ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അവരെന്ത് ചെയ്യും, നമ്മൾ അവരെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കും അല്ലെ. അവരെന്ത് ചെയ്യും, ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യും, അവർക്ക് വേണ്ടി അവരെ അഭിനന്ദിക്കും, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. അവരെങ്ങനെ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. അതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വർക്കേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാണ്, അത് നന്നായി നമ്മളെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് ഒന്നും കൂടി എന്താ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണം, പുതിയത് ചെയ്യണം, പുതിയ ചിന്തിക്കണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് വരില്ലേ. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാണ്, അതായത് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ സാലറി കൂട്ടി കൊടുക്കുന്നത്, അതേപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാം എന്താണ് എംപ്ലോയീസിന്റെ ഗ്രോത്തിനും അതേപോലെ തന്നെ അത് ഓർഗനൈസേഷണൽ ഗ്രോത്തിനും എന്താവും, എഫക്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള അക്വിഷനിങ്, ഡെവലപ്പിങ്, മെയിൻറ്റെയിനിങ്, ഈ നമ്മുടെ ലോ അട്രീഷൻ റേറ്റ്, ആളുകൾ എന്ത് ചെയ്യുക, എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, ഓഫീസിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ, ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഓഫീസിൽ നിന്ന് പോവാതെ എന്ത് ചെയ്യുക, അത്രയും നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. കാരണം ഒരു എംപ്ലോയിക്ക് ഒരു വർക്ക് പറ്റിയില്ല, അപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് സ്ട്രെസ്ഫുൾ വർക്കാണ് അവർ തരുന്നത്. നമ്മളൊരു ഓഫീസിലോട്ട് കയറി ഒരു കമ്പനിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ജോബിന് നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുപാട് വർക്ക്, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും തരികയാണ് അവര്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു മെന്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, വർക്ക് ചെയ്യുന്ന വർക്ക് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഓക്കെ ആവുന്നില്ല, അവിടെ ഒരു കമ്പാരിസൺ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന് എന്ത് ചെയ്യുന്നില്ല, ഒരു അപ്രീഷിയേഷൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മെന്റലി ആ ഒരു ഓഫീസിൽ നിന്ന്, ആ ഒരു കമ്പനിയിൽ നമുക്ക് റിസൈൻ ചെയ്യാൻ തോന്നും. അങ്ങനെ അത്തരത്തിലുള്ള ഈ അട്രീഷൻ റേറ്റ് എന്താണ്, ആളുകളെ വർക്കേഴ്സ് പോകുന്നതിന് എന്ത് ചെയ്യുക, നമ്മൾ മാനേജ് ചെയ്യുക, അവരെ വർക്കേഴ്സിന് എന്ത് ചെയ്യുക, ആ ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെ അവരെ സർവൈവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിനും മാനേജ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു HRM ആണ്. ഓക്കെ, കോർ എലമെന്റ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് എന്ത്, ഇന്റഗ്രേഷൻ ആൻഡ് കൺസിസ്റ്റൻസി. ഇന്റഗ്രേഷൻ ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു റൂള്, ഇപ്പൊ ഒരു ഓഫീസാണ്, ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് എന്തുണ്ട്, ആ കമ്പനിയുടേതായിട്ടുള്ള റൂൾ ഉണ്ട്, കമ്പനിയുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. അവര് ഒരു കമ്പനി നടത്തുമ്പോൾ അവർക്ക് എന്താ, ഒരു മെയിൻ ആയിട്ട് ലാസ്റ്റ് ഫൈനലി ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യേണ്ടി വരും, അച്ചീവ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് അവർക്ക് എന്തുണ്ട്, ഒരു ഫൈനൽ ഗോൾ ഉണ്ടാവും, ലാസ്റ്റ് ഒരു ഫൈനൽ ഗോൾ ഉണ്ടാവും. ആ ഫൈനൽ ഗോൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് എത്തണം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അവര് റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ് എല്ലാം അവര് കണ്ടക്ട് ചെയ്യുക എങ്ങനെയാണ്, ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ റൂൾസ് റെഗുലേഷൻസ് എന്ത് ചെയ്യണം, എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യണം. ഓക്കെ. അല്ലാതെ ഒറ്റ വർക്കറിന് ഈ ഒരു ഒറ്റ പോളിസി, അവര് മാത്രം ആ ഒരു റൂൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവര് മാത്രം എന്ത് ചെയ്യുക, ആ റൂള് ഒബേ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും ആ റൂള് പറ്റുന്നില്ല, അങ്ങനെയല്ല. എല്ലാവരും എന്ത് ചെയ്യണം, ഒരു റൂള്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മൾ ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവർ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും വേയിലൂടെ, അല്ലെങ്കിൽ അതിനേക്കാൾ ചിലപ്പോ ഇവർ പറയുന്നൊന്നും കേൾക്കാതെ വേറൊരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഇവർ പറയുന്ന റൂള് ഒബേ ചെയ്യാതെ ചിലപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിന് അതിൻ്റെതായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ചില സ്റ്റാഫുകൾ എന്താ, ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ വേറെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അപ്പൊ അത്തരത്തിലുള്ള എന്ത് ചെയ്യാണ്, റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ എല്ലാവരും ടീമായിട്ട് എന്ത് ചെയ്യാണ്, ടീമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവുക. അതേപോലെ കൺസിസ്റ്റൻസി, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ കമ്പനിയിലെ എല്ലാ ആക്ടിവിറ്റീസും വളരെയധികം സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക.
ഓരോന്നിനും ഓരോതായ റൂളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അത് വെച്ച് ഓരോ വർക്ക് ആയിക്കോട്ടെ അതിനനുസരിച്ച് നമ്മൾ റൂൾ ഒബേ ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് എന്താണ്, ഒരു കൺസിസ്റ്റന്റ് ആണ്. നമ്മുടെ ജോബിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ലൈഫിലായിക്കോട്ടെ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്, ഒരു കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, ആ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാ, നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു ഫൈനലി നല്ലൊരു ഔട്ട്പുട്ടിലോട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, ഈ HRM എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് അവര് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്, സെലക്ഷൻ നടക്കുന്നുണ്ട്, ഫൈനലി അവരൊരാളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഒരു 2 months നമ്മൾ ഏതൊരു വർക്കിന് കയറി കഴിഞ്ഞാൽ ഒരു 2 months എന്തായിരിക്കും, നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമുക്ക് അവിടെ ആരെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലെ ഒരു കമ്പനിയിൽ ആരെങ്കിലും എന്താണ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഒന്ന് പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കത് ഓക്കെ ആയിരിക്കും. നമുക്ക് വർക്കിൽ എന്താണ് നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ HR മാനേജേഴ്സ് എന്ത് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിനെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കണം, അവരിലൊരു ഇൻഫ്ലുവൻസ്. അപ്പോ നമ്മള് കസ്റ്റമേഴ്സിന്റെ ഇതിൽ ആണെങ്കിലും അവരുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യുക, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യുക, വർക്കിലായിക്കോട്ടെ എന്തായിക്കോട്ടെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ ചോദിക്കുന്നതും, അവരെ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് അനാലിസിസ് നടത്തുന്നതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവിടുത്തെ ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം കസ്റ്റമേഴ്സുമായിട്ട് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ ഒരു റെപ്യൂട്ടേഷൻ കൂടണമെങ്കിൽ, നമ്മുടെ പ്രൊഡക്ട്സിന് സെയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഓരോ ടൈമിലും ഓരോ ഡേയിലും നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ വരുത്തണം. ഈ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ വരുത്തണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് സെയിലായി പോവുള്ളൂ, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ, നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ കമ്പനിയിൽ എന്തുണ്ടാവുള്ളൂ, ഒരു ഗ്രോത്ത് സ്റ്റേജ് വരുള്ളൂ. ഓക്കെ, നമ്മളൊരു സെയിൽസിന്റെ ഷോറൂം ആണ് വിചാരിക്കുക, അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഈ കാറുകൾ സെയിൽ ചെയ്ത് പോകണം. അങ്ങനെ സെയിൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താ, അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവരുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഗുഡ് ഇന്ററാക്ഷൻ വേണം, അവർക്ക് നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഇവർ വർക്ക് ചെയ്യുന്നില്ലേ, ഇവർക്ക് വർക്കുമായി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അവരുടെ വർക്കിൽ അവരുടെ പെർഫോമൻസ് അനാലിസിസ് അവരെന്ത് ചെയ്യണം, ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണം ആ എംപ്ലോയീസിനെ. എന്തിനു വേണ്ടിയിട്ടാ, കസ്റ്റമേഴ്സ് ഈ ഒരു കാർ എടുക്കണം, ഈ കസ്റ്റമേഴ്സ് നമ്മൾ ഈ ഒരു വെഹിക്കിൾസ് എന്ത് ചെയ്യണം, അവർ എടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവർക്കും കസ്റ്റമേഴ്സ് ഇത്ര ഈ ഒരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ, അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിന് സാലറി പ്ലസ് ഇൻസെന്റീവ്, അവർക്ക് കമ്മീഷൻ കൂടും. എത്ര ആളുകളാണ് ഈ ഒരു വെഹിക്കിൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് കൂടും, കമ്മീഷൻ കൂടും, ഇൻസെന്റീവ് കൂടും, അവരുടെ സാലറിയിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, അവർ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റഡ് ആക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ എന്ത് കിട്ടും, ഒരു നമുക്ക് തന്നെ ഇപ്പൊ നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാലറി കൂടും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊമോഷനും കിട്ടും, ഒന്നും കൂടി പ്രൊമോഷൻ ആയിട്ട് വേറെ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വർക്ക് ചെയ്യാനൊരു ഉള്ളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനൊരു ഒരു ഫുൾ പവർ മൈൻഡ് സെറ്റ് വരും. അപ്പൊ അതിന് അങ്ങനെ എന്ത് ചെയ്യാണ്, എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യാന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് അപ്ലിക്കബിലിറ്റി. അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമല്ല, നോൺ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തുണ്ട്, ഈ ഒരു HRM ആക്ടിവിറ്റീസ്, HRM ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് അപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അതുപോലെ ഹെൽത്ത്, റീക്രിയേഷൻ, ഇവിടെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും എന്തുണ്ട്, HR മാനേജേഴ്സ് ഉണ്ട് ഇല്ലേ. ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലുകൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും എന്തുണ്ട്, HR മാനേജേഴ്സ് ഉണ്ട്. ഈ HR മാനേജേഴ്സ് അവരുടെ അടുത്താണ് എന്ത് കൊടുക്കുക, നമ്മൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലെങ്കിൽ രണ്ട് എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്, അതായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡുമായിട്ടുള്ള എന്ത് ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുമായിട്ട് എന്ത് ചെയ്യാം,
ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അവർ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യും അവരെടുക്കും. അപ്പൊ അതാണ് എല്ലായിടത്തും HRM എന്താണ് അപ്ലിക്കബിൾ ആണ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമനിറ്റി, അതായത് ഒരു ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതെടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എംപ്ലോയീസിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് എന്തുണ്ടാവും, നമുക്ക് സാലറിക്ക് പുറമെ നമ്മൾ സാലറിന്ന് മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നപ്പോഴാണ് നമ്മളെ മെയിൻ പാർട്ട് തന്നെ നമ്മളെ ബിസിനസ്സിൽ, നമ്മളെ ഓഫീസിൽ, നമ്മളെ സ്കൂളുകളിൽ, കോളേജുകളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ മെയിൻ പാർട്ട്, ഒരു ഡേയുടെ മെയിൻ പാർട്ട് നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് ടൈം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വർക്ക് കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിലോട്ട് എത്തുന്നുള്ളൂ. അപ്പൊ കൂടുതൽ ടൈം എന്താണ് നമ്മൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെന്റലി എന്ത് കിട്ടണം, ഒരു ഗുഡ് വർക്ക് എൻവയോൺമെന്റ്, ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറിക്ക് കിട്ടണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് വർക്ക് ലോഡ്, വർക്ക് സ്ട്രെസ്, ഇനി ചിലപ്പോൾ ഇത്രയും വർക്ക് ലോഡ്, വർക്ക് സ്ട്രെസ് വന്നാൽ പോലും എന്ത് കിട്ടുന്നുണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് സാലറി നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് കിട്ടാതെ വരുമ്പോൾ, സാലറി പെൻഡിങ് വരുമ്പോൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുമ്പോൾ, നമുക്ക് ലീവ് കിട്ടാതെ വരുമ്പോൾ, ലീവൊക്കെ എന്താണ് അവിടെ നമുക്ക് കിട്ടുന്ന വളരെയധികം ഉള്ള ഒരു ഓഫറുകളാണ് ഈ ലീവ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ് എംപ്ലോയീസിനെ കൂടുതൽ ആ ഒരു കമ്പനിയിലോട്ട് വരാനും എംപ്ലോയീസിന് കൂടുതൽ അവിടെ നിൽക്കാനൊക്കെ എന്താണ് കൂടുതൽ അവരെ എന്താണ് പ്രേരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാത്തിലും എന്താണ് അപ്ലിക്കബിൾ ആണ്. നമ്മൾ ഓൺലൈൻ തന്നെ റീറ്റെയിൽ കമ്പനീസ്, മൾട്ടി ചാനൽ, ഒമ്നി ചാനൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു പേപ്പറിൽ BRL 106 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ വരുന്ന പുതിയ ഫോർമാറ്റുകളാണ് മൾട്ടി ചാനല്, ഒമ്നി ചാനല്. അപ്പൊ ഇവിടെയൊക്കെ വരുന്ന HR മാനേജേഴ്സിന്റെ റോളുകൾ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ്ലി പേപ്പർ ത്രൂ പഠിക്കുന്നത്. HR മാനേജേഴ്സ് ചെയ്യുന്നത് നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു CV, നമുക്ക് എന്താ കാണുക, ഒരു ജോബിന്റെ ഓപ്പൺ പൊസിഷൻ കണ്ടു. ഈ ഓപ്പൺ പൊസിഷനിൽ നമ്പർ വരെ, കോൺടാക്ട് നമ്പർ വരെ ആരുതായിരിക്കും, HR മാനേജേഴ്സിന്റെ ആയിരിക്കും. അവരാണ് എന്ത് ചെയ്യുക, CV സെലക്ട് ചെയ്യുന്നത്, അവരാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, അവരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും എന്തുണ്ട്, ഈ ഒരു HRM അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളത്? ഫസ്റ്റ് എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഷോറൂം, ഒരു കാറിന്റെ ഒരു ഷോറൂം ആണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ കമ്പനി വിചാരിക്കുക. അവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഇത്ര മന്തിൽ, ഒരു മന്തിൽ അല്ലെങ്കിൽ ഇത്ര ഈ വീക്കിൽ, ഇത്ര മന്തിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇത്ര സെയിൽസ് ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഒരു ഏതൊരു ബിസിനസ്സിനും എന്ത് വേണം, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അവർക്ക് എന്തിനാ, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇത്ര സെയിൽസ് എന്ത് ചെയ്യണം, ഈ ഒരു മന്ത് നടക്കണം. ഒരു ടാർഗറ്റ് ഉണ്ടാവും അവർക്ക്. ആ ടാർഗറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ടാർഗറ്റിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ ഒബ്ജക്റ്റീവ്സും നമ്മൾ സെറ്റ് ചെയ്യാം. ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റ് നമുക്ക് വേണം, ഇത്ര ആളുകൾ നമുക്ക് വണ്ടി എടുക്കണം, വെഹിക്കിൾസ് എടുക്കണം, ഇത്ര കമ്മീഷൻ നമുക്ക് കയറണം, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിലോട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് HR മാനേജേഴ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു ജോബ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ സെയിൽസ് എക്സിക്യൂട്ടീവിന് നമ്മൾ ആപ്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സെയിൽസ് കപ്പാസിറ്റി വേണം. അതായത് നമ്മളൊക്കെ ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യാൻ വയ്ക്കണം. ആ വെഹിക്കിൾസ് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യാൻ വയ്ക്കണം. അവർ ഈ വെഹിക്കിൾ എടുക്കണം. ആ രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് സെയിൽസ് നടത്താൻ വയ്ക്കണം. സെയിൽസ് സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അവരുമായി ഇന്ററാക്ട് ചെയ്യാൻ വയ്ക്കണം. ഫോർ എക്സാമ്പിൾ എടുക്കുക, ചില ആളുകൾ അവരുടെ വായിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ അവർ ചൂടാവും, നമ്മൾ വീണ്ടും വീണ്ടും അവരുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ചൂടാവും. അപ്പോഴും വീണ്ടും എന്താണ്, നമുക്ക് അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യണം, അവരുമായിട്ട് നല്ല രീതിയിൽ നല്ല ഗുഡ് ഇന്ററാക്ഷൻ കീപ്പ് ചെയ്ത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെല്ലിംഗ് സ്കിൽസ് വേണം. ഈ കാർ അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സെയിലിങ്ങിൽ ഇപ്പൊ നമ്മൾ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറഞ്ഞ എന്താ, ഇത്ര ആളുകൾ എന്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ കൗൺസിലറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിചാരിക്കുക, നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്താ, ഇത്ര കുട്ടികൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈമിലുള്ള അഡ്മിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇൻസെന്റീവ് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഓർഗനൈസേഷനിൽ എന്താണ്, ഓരോ പൊസിഷനിലോട്ട് ഓരോ ആളുകൾ നമ്മൾ
അപ്പോയിന്റ് ചെയ്യുമ്പോൾ HR മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ CV കണ്ട് അവരുമായി അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമല്ലോ, മാനേജേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അവർ ഈ ജോബിന് ആപ്റ്റ് ആണോ, ഈ ജോബ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ HR മാനേജേഴ്സ്, അതായത് നമ്മുടെ ഓർഗനൈസൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ ഇവരിത് ആപ്റ്റ് ആണോ, ഇവർക്ക് ഇതിന് കഴിയോ, അങ്ങനെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഓരോ ജോബ് പൊസിഷനിലോട്ടും ഓരോരുത്തരെ ഫില്ലാക്കുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ് ജോബ്, റൈറ്റ് ടൈം അല്ലെ. നമ്മള് സെലക്ഷനില് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, +2 കൊമേഴ്സ് എടുത്തവരിൽ കൊമേഴ്സിൽ എന്താണ് നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്നുണ്ടായാല്, ബിസിനസ്സിൽ നമ്മൾ ഒരു സെലക്ഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റീവില് വരുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിംഗില്. നമ്മള് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഒരു ബുക്സ് ഉണ്ട്, ആ ഒരു പേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട് സെലക്ഷൻ എന്താ, സെലക്ഷൻ പ്രോസസ്സിൽ റൈറ്റ് ടൈം, റൈറ്റ് ജോബ്, റൈറ്റ് പേഴ്സൺ അല്ലെ. ആ ഒരു ഫുൾ, അതായത് ആ ഒരു ജോബിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ആള് വേണം, റൈറ്റ് ടൈം കറക്റ്റ്, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, റൈറ്റ് ആയിരിക്കണം ആ ജോബിന്. അതേപോലെ തന്നെ എന്താണ്, ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം, റൈറ്റ് ആയിരിക്കണം, ആ ഒരു ജോബിന് വളരെയധികം ആപ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരാൾ എന്ത് ചെയ്തു, ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഈ പോസ്റ്റ് എടുക്കാൻ കാരണം നമുക്ക് ഒരുപാട് പേരുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അധിക പേർക്കും ചിലപ്പോ ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിലോട്ട് എത്താൻ കഴിയില്ല. അതായത് ഈ ഫീമെയിൽസിന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അധികം സെയിൽസ് എക്സിക്യൂട്ടീവിലോട്ട് അവരധികം എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല, അധികം എന്താണ് മെൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇവർക്ക് ഈ ഒരു ഇരുന്നിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് ശീലം ഉണ്ടാവില്ല. ഗേൾസിനാണെങ്കിൽ വുമൻസിനാണെങ്കിൽ എന്താ കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അവര് ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ് സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ കൂടുതൽ എന്താണ് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരാളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വയ്ക്കണം, അവരുമായിട്ട് ഗുഡ് ഇന്ററാക്ഷൻ കഴിയണം, ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ എന്നൊക്കെ പറയും. അതായത് അവരുമായിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ ആളുകളെ കൊണ്ട് ആളുകളിലോട്ട് എന്ത് ചെയ്യണം, ഇത് എത്തിക്കണം. മാർക്കറ്റിംഗ് കപ്പാസിറ്റി വരണം. മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത്, ഈ മാർക്കറ്റിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യണം, വരണം. ഇത് ആ ആളെ കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്ട്സ് ഇപ്പൊ ഫോൺ നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോൺ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാൻ കഴിയണം, അവരെടുക്കണം. ഈ ഫോൺ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം എഫേർട്ട്, മാക്സിമം സ്കില്ല്. അതാണ് നമുക്ക് നോക്കുന്നത്, നമുക്ക് സ്കില്ലുണ്ടോ. നമ്മുടെ സ്കില്ല് എന്ന് പറയുന്നത് നമുക്ക് കുറെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്ന് എന്ത് ചെയ്യുക, കുറെ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സൈലന്റ് ആയി ഇരുന്ന് ചെയ്യാം, അതല്ല നമ്മളെ സ്കില്ല് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചിങ് ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് എന്താ അത് ആളുകളിലോട്ട് ഇപ്പൊ നമ്മള് നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആ ക്ലാസ്സിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ലൈവ് ക്ലാസ് ഉണ്ട്, ഒരു അറ്റൻഡ് ചെയ്യാൻ പോവാണ് നമ്മള് വേറൊരു പുറത്ത് ഏതെങ്കിലും ഒരു കോൺഫറൻസ് ഹാളിലൊക്കെ എന്താണ് നമ്മളൊരു ക്ലാസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവരെന്താണ് ജസ്റ്റ് ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ജസ്റ്റ് ഒരു ബുക്കിൽ നമ്മൾ വായിക്കുന്ന പോലെ എന്താണ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്ലാസ്സിൽ നമുക്ക് ഒരിക്കലും ഫോക്കസ് കിട്ടില്ല. ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, ആ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നില്ല, ആ ക്ലാസ്സിൽ ഫോക്കസ് കിട്ടില്ല. അതൊന്നും എന്തല്ല, നമ്മുടെ ഒരു പേഴ്സണലി ഉള്ള ഒരു പ്രശ്നമില്ല. നമുക്ക് എന്താണ് അത് ആ ഒരു ആളുടെയും ആ ഒരു പേഴ്സണിന്റെ എന്തെല്ലാം പ്രശ്നം, ആ ആൾക്ക് എന്താണ് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് കൂടുതൽ നമുക്ക് എന്താണ് നമുക്ക് എന്ത് കിട്ടില്ല, അതിൽ അറ്റൻഷൻ കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അതെന്താ, ആ ഒരു ജോബിന് എന്തല്ല, ആ ഒരു പേഴ്സൺ എന്തല്ല, ആപ്റ്റ് അല്ല, അത് അയാൾക്ക് കഴിയില്ല. അത് ഒരിക്കലും അയാളെ കുറ്റമല്ല, ബട്ട് അയാളുടെ നേച്ചർ അങ്ങനെയാണ്, അയാൾക്ക് അതിന് കഴിയുന്നില്ല. അപ്പൊ ഏതൊരു ജോബിനും കറക്റ്റ് ആയിട്ടുള്ള ഒരാള്, കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ, കറക്റ്റ് ടൈമിങ്ങിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ, ആ ഒരു ജോബിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ ആപ്റ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാണ് നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെ വരുന്നതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓർഗനൈസേഷനും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇപ്പോ ഞാനൊരു വർക്കിന് കയറി, എനിക്ക് എന്ത് വേണം,
ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്താണ്, ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എൻ്റെ വർക്ക് എന്താണോ ആ വർക്ക് എന്ത് ചെയ്യണം, ഓർഗനൈസേഷന്റെ ഗോളിനനുസരിച്ച് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പേഴ്സണലി എനിക്കും ഗ്രോത്ത് വേണം. പേഴ്സണലി എനിക്കും ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ആ ഒരു ബിസിനസ്സിൽ, ആ ഒരു കമ്പനിയിൽ, ആ ഒരു ഷോപ്പിൽ നീക്കാൻ കഴിയുള്ളൂ. കാരണം എനിക്ക് എത്ര ഇൻക്രിമെന്റും വരുന്നില്ല, ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്കൊരു ഇൻക്രിമെന്റും ഇല്ല, എനിക്കൊരു ഇൻസെന്റീവും ഇല്ല, എനിക്കൊരു കമ്മീഷനും ഇല്ല, സാലറി ഇൻക്രിമെന്റും ഇല്ല, മെന്റൽ സാറ്റിസ്ഫാക്ഷനും ഇല്ല, വർക്ക് എൻവയോൺമെന്റും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എംപ്ലോയീസ് എപ്പോഴും നോക്കി എന്താണ്, അവരുടെ ഗ്രോത്ത്. എംപ്ലോയീസ് എപ്പോഴും നോക്കുന്നത് എന്താണ്, അവരുടെ ഗ്രോത്ത് ആണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണലി എന്ത് ചെയ്യണം, അതും എന്ത് ചെയ്യണം, HR എന്ത് ചെയ്യണം, HR മാനേജേഴ്സ് അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ് അത്. കാരണം പേഴ്സണലി ഇവർക്ക് ഗ്രോത്ത് ഉണ്ടോ, ഇവരോട് എന്ത് ചെയ്യണം, അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വർക്കിനെ കുറിച്ച് അവരോട് ചോദിക്കണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതേപോലെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു വർക്കിൽ, ഈ ഒരു സാലറിയിൽ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ അവരുമായിട്ട് HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഒരു ഇന്ററാക്ഷൻ നടത്തണം. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്. സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR മാനേജേഴ്സ് എന്തും കൂടി കൺസിഡർ ചെയ്യണം, ഒരു സോഷ്യൽ ആക്ടിവിറ്റീസും കൂടി കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ആ സൊസൈറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റണം. ആ നെഗറ്റിവിറ്റി എന്ത് ചെയ്യണം, പോസിറ്റിവിറ്റി ആക്കി മാറ്റാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് എന്ത് വേണം, ഒരു ഗ്രോത്ത്, ഒരു റെപ്യൂട്ടേഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മള് ചാരിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റിൽ നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്, പുവർ പീപ്പിൾസിന് വേണ്ടി നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചില ബാക്ക്വേർഡ് ഏരിയസിൽ നിൽക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടി നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്, ഇതൊക്കെ എന്താ, നമ്മുടെ കമ്പനിയുടെ എന്ത് കൂട്ടും, റെപ്യൂട്ടേഷൻ കൂട്ടും. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, അതിനെ റിമൂവ് ആക്കാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിലൂടെ സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ആ സൊസൈറ്റിയിലാണ് സർവേ ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ ഓൺഗോയിങ് ബിസിനസ് നടത്തണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആ ഒരു സൊസൈറ്റിയും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് HRM ആക്ടിവിറ്റീസ്. നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് HRM ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ എന്താ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ്ലി നമ്മൾ നോക്കേണ്ടത് എന്താണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഒരു HR മാനേജർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു HR റോളിലോട്ട്, HR പൊസിഷനിലോട്ട് ഒരു വർക്കറിനെ, ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത്, ആ ഒരു ഓർഗനൈസേഷന്റെ റോള്, അവിടെ ഓരോ എംപ്ലോയീസും നമ്മൾ അസൈൻ ചെയ്യേണ്ട വർക്ക്, ഓരോ എംപ്ലോയീസിന് പെർഫോമൻസ് അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതേപോലെ അവരുടെ പേറോൾ മാനേജ്മെന്റ്, ദെൻ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അധികം HR പോസ്റ്റിലൂടെ MBA HR കഴിഞ്ഞവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് ഓരോ വർക്കേഴ്സിന് നമ്മൾ അസൈൻ ചെയ്യേണ്ട ടാസ്കുകൾ. ഇനി ഓരോ വർക്കേഴ്സും എങ്ങനെയാണ്, ടീമായിട്ടാണോ മുന്നോട്ട് പോവേണ്ടത്, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ട, എത്ര ട്രെയിനിങ് കൊടുക്കണം, ദെൻ അവരുടെ സാലറി പാക്കേജിങ് എങ്ങനെയാണ്, അവർക്ക് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട അവാർഡ്, റിവാർഡ്, ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, അതുമായിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് പ്ലാനിങ് നടത്തുക. അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഇത്രയാണ്, അപ്പോൾ അവരുടെ സെല്ലിങ് സ്കില്ലുകൾ, അവർക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രൊഡക്റ്റ് അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നുണ്ടോ, അവർ കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണ്, നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് നമ്മുടെ വർക്കേഴ്സ് അവർ കിട്ടുന്ന സർവീസ് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിനെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ റീച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ജോബ് ഓപ്പൺ പൊസിഷൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് CV നമുക്ക് കിട്ടും. മൾട്ടിനാഷണൽ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് CV, 100, 200, 300, ഒരു 500 CV ഒക്കെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്താ നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുക, CV സെലക്ഷൻ നടത്തുന്നത് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അത്രയും ആപ്റ്റ് ആയിട്ടുള്ള, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും ആ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള, ആ ഒരു ജോബിലോട്ട് കയറാൻ പറ്റിയ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യും,
സെലക്ട് ചെയ്യും. അത്രയും വെരിഫിക്കേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ, അത് ATS ഫ്രണ്ട്ലി ത്രൂ നമ്മൾ വിട്ടിട്ട് അവസാനമാണ് HR മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടുന്നത്, അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ്ലി ഫൈനലി ചിലപ്പോൾ ചിലവർ CV ഒന്നും ഈ ATS ഫ്രണ്ട്ലി ആകുമ്പോൾ അതിലൂടെ വായിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താവും റിജക്റ്റ് ആയി പോകും. അപ്പൊ അത്രയും നമ്മൾ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ജോബിലോട്ട് ഇയാളെ കിട്ടുന്നത്, ഇയാളെ സെലക്റ്റഡ് ആക്കുന്നത് അല്ലെ. അപ്പോൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്, ഒരുപാട് പ്രോസസ്സിംഗ് വരുന്നുണ്ട്. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, ഒരു ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. ചിലപ്പോ തേർഡ് റൗണ്ടിലൊക്കെ ആയിരിക്കും നമുക്ക് പോവുക. കാരണം തേർഡ് റൗണ്ടിൽ അവർ എന്തെങ്കിലും ടാസ്ക് തന്നു കഴിഞ്ഞാൽ ആ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ നമ്മൾ ഇന്റർവ്യൂ അവിടെ നമ്മൾ പോവും, നമുക്ക് കിട്ടില്ല, സെലക്ടഡ് ആവില്ല. അപ്പൊ ഇത്രയും ഒരുപാട് സെലക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഫസ്റ്റ് ഇന്റർവ്യൂ ഓൺലൈൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇന്റർവ്യൂ ഡയറക്റ്റ് ഓഫീസിലോട്ടായിരിക്കും, ഡയറക്റ്റ് കമ്പനിയിലോട്ടായിരിക്കും. തേർഡ് ഇന്റർവ്യൂ നമ്മൾ ഒരു ടാസ്ക് നമുക്ക് തരുന്നുണ്ടാവും, ആ ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അങ്ങനെ എന്താ, അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് ഒരാളെ, ഒരു റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സൺ ആ റൈറ്റ് ജോബിലോട്ട് ആ റൈറ്റ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നത് സെലക്റ്റഡ് ആക്കുന്നത്. ഇതിലൂടെ ഒരുപാട് പ്രോസസ്സിങ് പോകുന്നുണ്ട്. ഈ ഓഫർ ലെറ്റർ നമ്മൾ കൊടുക്കുന്നു, ഇനി നമുക്ക് എംപ്ലോയീസിന് അത് സാലറി ഓക്കെ അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ നോട്ടീസ് പീരീഡ് ചോദിക്കുന്നുണ്ട്. നോട്ടീസ് പീരീഡ് ഒക്കെ ഉണ്ടോ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു ജോബിൽ നിന്ന് വേറെ ജോബിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്താ നമുക്ക് ചിലപ്പോൾ നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ നോട്ടീസ് പീരീഡ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു ജോബിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞാലും നമുക്ക് എക്സ്പീരിയൻസ് ഓക്കെ നമ്മുടെ ഗുഡാണ്, നമ്മുടെ ഒരു ബെനിഫിറ്റ് ആണ്. നമ്മൾ ഏതൊരു കമ്പനി, എല്ലാ കമ്പനികളും ഡിഫറെന്റ് ആണ്, അവരുടെ ഡിഫറെന്റ് എയിം ആണ്. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ സെയിം ആയിരിക്കും. ബട്ട് നമ്മൾ ഫസ്റ്റ്ലി ഒരു കമ്പനിയിലോട് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ മുന്നോട്ട് മാക്സിമം 6 മന്ത് എന്താണ് ഒരു ട്രെയിനിങ് പീരീഡ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് മന്ത്, ഫസ്റ്റ് 2 മന്ത് എന്താ ട്രെയിനിങ് തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ വർക്കിംഗ് സ്ട്രക്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച്, സോഫ്റ്റ്വെയർ ഒക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. ബട്ട് നമ്മൾ എങ്ങനെയാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൂളുകൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, നമ്മുടെ ടെക്നിക്സ് ഏതൊക്കെയാണ്, മെഷീനറീസ് ഏതൊക്കെയാണ്, നമ്മളെ കമ്പനിയുമായിട്ട് എന്ത് വേണം, ഒരു ഗുഡ് ഒരു ഒരു റിലേഷൻ വേണം അല്ലെ. അപ്പൊ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കും. അതാണ് എന്ത് ഫസ്റ്റ് 2 മന്ത് എന്തായിരിക്കും ഒരു ട്രെയിനിങ് സെക്ഷൻ തന്നെ ആയിരിക്കും. അവരുമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അവർക്ക് ജോബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ജോബിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്താണ് ആ രീതിയിൽ എന്തായിരിക്കും പോവും. ട്രെയിനിങ് പ്രോഗ്രാംസ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അവർക്ക് ഈ വർക്ക് എങ്ങനെയാണ് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ എന്താണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു കമ്പനിയിൽ നമ്മൾ ജോബ് ചെയ്യുമ്പോൾ കുറച്ചു കാലെങ്കിലും ആ കമ്പനിയിൽ നിൽക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇവർ അവരുടെ ടൂൾസും സോഫ്റ്റ്വെയർസും എല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരു 2-3 മാസം കഴിയുമ്പോൾ അവർ പോവുക. അപ്പൊ ഈ പഠിപ്പിച്ചു കൊടുത്ത ടൈം എന്താ കമ്പനിയെ സംബന്ധിച്ച് എന്താണ് അത് വേസ്റ്റഡ് ആണ്. അപ്പൊ അതാണ് പറയുന്നത് എന്താണ് അത്രയും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അവർക്ക് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ഫെയർ ട്രീറ്റ്മെന്റ്. അതായത് എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നല്ല രീതിയിൽ ഒരു ഫെയർ ആയിട്ട്. ഇപ്പോ ഒരു 2-3 ചിലപ്പോൾ നമ്മൾ എംപ്ലോയീസിന്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വരാം, എംപ്ലോയീസിന്റെ ഇടയിൽ എന്ത് ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂസ് വരാം. ചിലപ്പോൾ അവിടെ ഒരു 2 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ നമ്മള് ഈ റെക്കമെൻഡേഷനിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പണിങ്സ്, ജോബ് പൊസിഷനിലോട്ട് എവിടെ എന്താണ് റെക്കമെൻഡേഷനിലൂടെ നമുക്ക് കയറാൻ പറ്റും, ജോബിന് നമുക്ക് കയറാൻ പറ്റും. അതിന് കയറി കഴിഞ്ഞാല് ചിലപ്പോ ഈ റെക്കമെൻഡേഷനിലൂടെ കയറി കഴിഞ്ഞാൽ ഈ ഒരു എംപ്ലോയിയെ ഈ ഒരു മാനേജർക്ക് അറിയുന്നുണ്ടാവും. ഈ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ HR മാനേജേഴ്സിനോട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് അറിയുന്ന ആളാണ്, അപ്പൊ കൂടുതൽ അവർ എന്ത് ചെയ്യണം ഒരു അറ്റൻഷൻ കൊടുക്കണം. അപ്പോ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ ആ HR മാനേജേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ജോലിയല്ലേ ചെയ്യണ്ടേ, അപ്പൊ ഇയാളുമായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കും. ബാക്കി എംപ്ലോയീസിന് ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു കൊടുക്കാതെ ഇയാൾക്ക് കൂടുതൽ ചിലപ്പോൾ നമ്മള് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും, പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അയാൾ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഈ സെയിം ജോബ് ചെയ്യുന്ന മറ്റൊരു എംപ്ലോയി എന്ത് ചെയ്യും, നമ്മൾ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാല്, അവരെന്തെങ്കിലും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ഡിലേ വന്നു കഴിഞ്ഞാല്, കുറച്ച് കൂടുതൽ ഹവേഴ്സ് എടുത്തു കഴിഞ്ഞാല്
നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ചീത്ത പറയുന്നുണ്ടാവും, അവരെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഇടയിൽ എന്ത് വരാം, അപ്പോൾ കുറച്ച് കോൺഫ്ലിക്ട്സ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാം. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം, ഇല്ലാതാക്കിയിട്ട് ഈക്വൽ ആയിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിൽ ആരാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഗുഡ് ആയിട്ടുള്ള കൂടുതൽ സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുക. ആരാണോ ബാക്കിൽ നിൽക്കുന്നത് അവരെ കൂടുതൽ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അറിയാത്ത കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ കൂടുതൽ എന്ത് ചെയ്യണം, ഈ ഒരു ജോബ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആക്കുക. കസ്റ്റമേഴ്സ് എത്ര പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി അവർ സെയിൽ ചെയ്യുന്നവരുടെ സെയിൽസ് സ്കില്ല് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സെയിൽസ് സ്കില്ല്, അവരുടെ സെയിൽസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക. എന്തെങ്കിലും അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, അവരെ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, അവരെ സെറ്റ് ആക്കി എടുക്കുക. ഓർഗനൈസേഷണൽ ജോബ് ഡിസൈൻ. ഓർഗനൈസേഷണൽ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ വർക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകും, നമ്മൾ ടീമായിട്ട് ലീഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരൊറ്റ ആൾക്കാരെ എന്ത് ചെയ്യുക, കൂടുതൽ വർക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാം. എന്നാൽ അയാൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അയാൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നുമില്ല, ബെനിഫിറ്റ് ഒന്നുമില്ല. അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും എന്ത് ചെയ്യാണ്, അതിൻ്റെതായ രീതിയിൽ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് വർക്ക് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്ട്രക്ചേർഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു സ്ട്രക്ചേർഡ് മാനറിൽ എന്ത് ചെയ്യുക, അവർക്ക് വർക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് ഓരോ ടാസ്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡും നമുക്ക് ആക്ച്വലി എത്ര എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്, ആക്ച്വലി എത്ര ഔട്ട്പുട്ട് ആണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ആക്ഷനെ വെച്ച് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതിന് എന്ത് ചെയ്യുക, അവരോട് പറയുക. ഇപ്പൊ അവർ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ചില മെഷീനറീസ് ഒക്കെ ആവുമ്പോൾ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റില് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താ, നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അറിയുന്നുണ്ടാവില്ല ഇനീഷ്യൽ സ്റ്റേജിങ്ങിൽ യൂസിങ്. അപ്പോൾ അവർ ഈ എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റില് കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട്, ഫസ്റ്റ് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്, അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ഒരു ഗുഡ് ഇംപ്രഷൻ അവിടെ വരും. അവർക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റും, അവർക്കൊരു ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും എത്ര വിലയാണെന്നുണ്ടെങ്കിൽ അവർ മേടിക്കാൻ തയ്യാറാവും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ജോബിനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി എന്ത് ചെയ്യുക, ജോബ് ഡിസൈന് ഓരോ ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കറക്റ്റ് മെത്തേഡിൽ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, എംപ്ലോയി കൗൺസിലിംഗ്. എംപ്ലോയി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരും എന്താണ്, ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, എല്ലാവർക്കും എന്തുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ വർക്കേഴ്സ് ഒന്നും എംപ്ലോയീസ്, അവിടുത്തെ HR മാനേജേഴ്സ് ആയിക്കോട്ടെ, ഇവരൊന്നും എന്തല്ല മെഷീനോ അല്ലെങ്കിൽ ടൂളോ റോബോട്ടോ ഒന്നല്ല. എല്ലാവർക്കും എന്താ, ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് സംസാരിച്ചാൽ കഴിയുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ തീരാവുന്ന, ഒന്ന് ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവരുമായിട്ടൊന്ന് ടോക്ക് ചെയ്തതിന് കുറച്ച് സമയം അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ ഒന്ന് ലിസൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു മൊമെന്റിൽ, ആ ഒരു ടൈം കൊണ്ട് ഇല്ലാതാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൗൺസിലേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, കൗൺസിലിംഗ് പറഞ്ഞ ആ ഒരു ജോബ് എന്താണ്, നമ്മൾ ഒരാളെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ്സിനെ, ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻസിനെ, ആ ഒരു പെയിനെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ലിസൺ ചെയ്യാന്ന് പറഞ്ഞ ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരാളെ ലിസൺ ചെയ്താൽ മതി, അയാൾക്ക് മോർ റിക്കവറി അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മൾ ഒരാളെ കൂടുതൽ ലിസൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, അവർ നമ്മളോട് ഇങ്ങനെ ഒരുപാട് കാര്യം പറയണം, അവർ ഒരു ജഡ്ജും ചെയ്യാതെ, ഒന്നും ജഡ്ജ് ചെയ്യണ്ട, ഒരു ജഡ്ജും ചെയ്യാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, അവർ പറയുന്നൊന്നും ജസ്റ്റ് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് റിക്കവേർഡ് ആവും. ഒരുപാട് നമുക്ക് മെന്റലി നമുക്ക് ഒരുപാട് റിക്കവേർഡ് ആവും, ഓക്കെ ആവും, കൂടുതൽ ഐഡിയകൾ വരും, കൂടുതൽ നമ്മൾ ചിന്തിക്കും, കൂടുതൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള മൈൻഡ് വരും, ഒക്കെ അവിടെ സംഭവിക്കും. അതെങ്ങനെ സംഭവിക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനകത്ത് പോകുമ്പോൾ, നമ്മൾ കൂടുതൽ ഓക്കെ ആവുമ്പോൾ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്,
നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത് അല്ലെ. അപ്പൊ അതേപോലെയാണ് എന്ത് അവിടുത്തെ വർക്കേഴ്സിന് എന്താണ്, അവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ, എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ, വർക്കിൽ അവർ ഓക്കെ ആവുന്നില്ലേ, വർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ടോ, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടത് വരുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. നമ്മൾ ചില മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഗ്ലൗസ് ധരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സിൽ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് മിസ്ബിഹേവിയർ ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും വരുന്നുണ്ടോ. അങ്ങനെ എന്ത് ചെയ്യാണ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ HR മാനേജേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. ദെൻ എൻകറേജിങ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഞാനൊരു വർക്കിന് കയറി, എനിക്ക് ആ ഞാനൊരു വർക്ക് രണ്ട് തരത്തിൽ നമുക്ക് വർക്കിന് കയറാം. ഞാനൊരു വർക്കിന് കയറി, എനിക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വർക്കിന് കയറി, ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വർക്കിന് കയറി. അപ്പൊ നമ്മൾക്ക് രണ്ട് രീതിയിലല്ലേ നമ്മൾ വർക്കിന് കയറുന്നത്. ആ വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വർക്കിന് കയറി, ആ വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വർക്കിന് കയറി, ബട്ട് നമുക്ക് ആ വർക്കിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല, കൂടുതൽ ആ വർക്കിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ഫോക്കസ് ആ വർക്കിൽ കിട്ടുന്നില്ല, ആ ഇഷ്യൂസ് വരാം. ഇനി നമ്മൾ ഇഷ്ടപ്പെടാതെ ഒരു വർക്ക് കയറി, എന്തെങ്കിലും ഒരു ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്കിന് കയറി, അങ്ങനെ പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ജോബിൽ നമ്മൾ ഓക്കെ ആണ്, ആ ജോബിൽ നമുക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് കിട്ടുന്നുണ്ട്, കൂടുതൽ ഫോക്കസ് വരുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഏതൊരു വർക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ലൈഫിൽ എടുത്ത് നമ്മൾ കൂടുതലായി അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം. അത് നമ്മൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാല് എന്നാൽ മാത്രമേ നമുക്ക് അതുമൂലം അത് വെച്ച് നമുക്ക് നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊരു വർക്കിലും എന്ത് ചെയ്യാനാലും അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു വർക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി തീർക്കാൻ പറ്റും, പെട്ടെന്ന് ഔട്ട്പുട്ടിലോട്ട് എത്തിക്കാൻ പറ്റും. ഈ കൂടുതൽ ശ്രദ്ധയിൽ കിട്ടണമെങ്കിൽ എന്താ, നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്നും ഡെയിലി നമ്മൾ കമ്പനിക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ചടപ്പ് ഫീലിംഗ് വരും. അപ്പൊ നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് പ്രോഗ്രാം, ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ എന്താ പ്രോഗ്രാം പ്ലേസ് കൂടുതൽ പോവാൻ നമുക്ക് കൂടുതൽ എന്തായിരിക്കും, ഒരു കൂടുതൽ നമുക്കൊരു പോവാൻ നമുക്ക് തോന്നും, അത്രയും നമുക്ക് എന്താണ് പോകണം, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെ തോന്നും, നമ്മുടെ മൈൻഡ് സെറ്റ് ആവും, അങ്ങനെയൊക്കെ തോന്നില്ലേ. അപ്പൊ നമുക്ക് എപ്പോഴാ പോവാൻ തോന്നുക, ആ ഒരു ഓഫീസ് നമുക്ക് എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം, അവിടെ കൂടുതൽ പ്രോഗ്രാംസ് വേണം, അവിടെ നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം, അവിടുത്തെ വർക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, എല്ലാവരുമായിട്ടൊരു ഗുഡ് റിലേഷൻ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഇരുന്ന് നമുക്ക് ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാ, ആ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവോൾവ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാ വർക്കേഴ്സിനും എന്ത് ചെയ്യുക, അതിനു വേണ്ടി എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക. ദെൻ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ കൂടുതൽ പ്രൊഡക്ട്സ് മേടിക്കുക ഏത് ത്രൂ ആണ്, ഓൺലൈൻ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അധിക പേര് ഇപ്പൊ പ്രൊഡക്ട്സ് മേടിക്കുന്നത്. കാരണം എന്താ, ഓൺലൈൻ ത്രൂ മേടിക്കുമ്പോൾ നമുക്ക് എന്താണ് റേറ്റ് കുറവായിരിക്കും. ഓൺലൈൻ ത്രൂ നമ്മൾ പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ എന്താ റേറ്റ് നല്ലോണം നമുക്ക് എന്തായിരിക്കും, കുറഞ്ഞു കിട്ടും. ഡയറക്റ്റ്ലി നമ്മൾ എന്താ കമ്പനി പോയി മേടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് കൂടുതലായിരിക്കും പൈസ, ഒരുപാട് എമൗണ്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പ്രൊഡക്ട്സ് മേടിക്കേണ്ടി വരും. ആ ഒരു സെയിം സാധനം ആ ഗുഡ് ക്വാളിറ്റിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രസ്സിന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താ, ഡ്രസ്സ് സെയിം ക്ലോത്ത് തന്നെ ആയിരിക്കും, ഒരു 600 റുപ്പീസിന്റെ ഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഒരു 1500 റുപ്പീസ് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുന്നത്. ഇത് രണ്ടും എന്താ, സെയിം ക്വാളിറ്റി സെയിം മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുക എന്താണ്, ആ ഒരു ഓഫർ ഉള്ള അല്ലെങ്കിൽ അത്രയും ഡിസ്കൗണ്ട് ഉള്ള റേറ്റ് കുറഞ്ഞ ഈ ഓൺലൈൻ മോഡിനെയാണ് എന്ത് ചെയ്യുക, ആളുകൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുക. അപ്പോൾ എംപ്ലോയീസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, എംപ്ലോയീസിന് എന്താ എല്ലാത്തിലുമായിട്ട് എന്ത് ചെയ്യണം, അപ്ഡേഷൻസ് ഉണ്ടായിരിക്കണം. പുതിയ മെഷീനറീസ് വന്നു കഴിഞ്ഞാല്, പുതിയ ടൂൾസ് വന്നു കഴിഞ്ഞാല്, മാർക്കറ്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എല്ലാത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പുതിയ വന്ന അപ്ഡേഷൻസ് കസ്റ്റമേഴ്സ് കൂടുതൽ എന്തിനെയാണ് റീച്ച് ചെയ്യുന്നത്, നമുക്ക് ഓൺലൈൻ ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ആപ്പുകളുണ്ട്, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ, ഒരുപാട് ആപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മീറ്റിംഗ് കൂടി ഓരോ വീക്കിൽ അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പനികളിൽ മീറ്റിംഗ് വെക്കാറുണ്ട്.
അതെന്തിനു വേണ്ടിയിട്ടാ? പുതിയ അപ്ഡേഷൻസിനെ കുറിച്ചിട്ട് എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കാനാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എന്തിനെയാണ് കൂടുതൽ, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, ഇപ്പോഴത്തെ അവരുടെ കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവർ ഏത് പ്രൊഡക്ട്സിനാണ് കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത്, അങ്ങനെ എല്ലാം പുതിയതായിട്ടുള്ള ഇപ്പോഴത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് അവർക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടില്ല. എല്ലാവരും ഓൺലൈൻ ത്രൂ പോയി വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടില്ല. നമ്മുടെ പ്രൊഡക്ട്സിന് എന്തുണ്ടാവില്ല, റീച്ച് ആവില്ല. നമ്മുടെ പ്രൊഡക്ട്സ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറിപ്പോവും. ആ ട്രെൻഡിനൊത്ത് നമുക്ക് പോവാൻ കഴിയില്ല. അപ്പോൾ അതാണ് പറയുന്നത്. മോസ്റ്റ് കേസസും, അതായത് ഇപ്പൊ നമ്മൾ നമ്മൾ വീട്ടിലോട്ട് മേടിക്കുന്ന ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ആ ഫർണിച്ചേഴ്സ് വരെ എന്താണ് ഇപ്പൊ ഫുൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ഫോൺ പോലും, മൊബൈൽ ഫോൺ പോലും എന്താണ്, എല്ലാവരും എന്തിലോട്ട് മാറി, ഓൺലൈൻ എന്നുള്ള ആ ഒരു മോഡിലോട്ട് എല്ലാവരും മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി മുന്നോട്ട് പോകുന്ന ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫുൾ ഓൺലൈൻ ത്രൂ ആയിരിക്കും. കാരണം എന്താ, നമുക്ക് പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൈം അവിടെ അത്രയും ചെയ്യുന്നില്ല, വേസ്റ്റ് ആവുന്നില്ല. എല്ലാവർക്കും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ടൈം അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ എന്താണ്, ഓക്കെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കൂടുതൽ ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്താണ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മോഡിലോട്ട് അവർക്ക് റേറ്റ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പാസ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ് ഓഫ് എംപ്ലോയീസ്. റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ് ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി പാക്കേജ്, ഇൻസെന്റീവ്, കമ്മീഷൻ, ഇതിനെ കുറിച്ച് എന്ത് ചെയ്യണം, അവരോട് മുൻകൂട്ടി പറയണം. ഇനി അവർക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റ്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു 2 month കഴിഞ്ഞാൽ ഇൻക്രിമെന്റ്സ് വരുമോ, അല്ലെങ്കിൽ ഇത്ര പെർഫോമൻസ്, ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കയറുന്നുണ്ടോ, ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ഈ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അവരുടെ പേറോൾ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പേറോൾ മാനേജ്മെന്റ്, HR മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുക, എംപ്ലോയീസിന്റെ പേറോൾ മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, അതൊരു ആക്ടിവിറ്റിയാണ് അവരുടെ. ഓരോരുത്തരും കൊടുക്കുന്ന, അതിലെങ്ങനെ ചെയ്യുന്നത്, സാലറി, ലീവ്, ബേസിക് പേ, നമ്മളെ അലവൻസ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് പേ, അലവൻസ് അല്ലെ, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, എന്താണ് ലീവ്, പേ ആൻഡ് പെർക്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മന്ത്ലി സാലറി ഫിക്സ് ചെയ്യുക. നമ്മള് PF കാര്യങ്ങളൊക്കെ അതൊക്കെ ആരാണ് ചെയ്യുന്നത്, ഈ ഒരു HR മാനേജേഴ്സ് ആണ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയി വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയീസിന് എന്തുണ്ട്, അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയിലെ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. അവർക്ക് കൂടി എന്ത് കിട്ടണം, ബെനിഫിറ്റ് കിട്ടണം. കമ്പനിക്ക് മാത്രം ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാനേജർക്ക് മാത്രം ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവുക, അവിടെ ഉള്ള ഒരു സ്റ്റാഫിനും ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉള്ള ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, ആളുകളെല്ലാം എന്ത് ചെയ്യും, റിസൈൻ ചെയ്തു പോകും. ആരും അവിടെ നിൽക്കില്ല. ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഇല്ല, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു ഈവന്റ് വരുമ്പോൾ അതുപോലും നടത്തുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് എന്തില്ല, ഒരു എൻജോയ്മെന്റ് പോലും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരിക്കലും ആ ഒരു ബിസിനസ്, ആ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേബിളായി നിൽക്കാൻ പറ്റില്ല, സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയീസിന്റെ വെൽഫെയറിനും കൂടി എന്ത് ചെയ്യണം, എംപ്ലോയീസിന്റെ ഫീലിങ്സിന്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ വെൽഫെയറിന്, അവരുടെ ആക്ടിവിറ്റീസിനും കൂടി എന്ത് ചെയ്യണം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ഈ ഫയറിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫയർ മാനേജ്മെന്റിലെ, അതായത് ഫയർഫോഴ്സ്, എല്ലായിടത്തും ഫയർ ആൻഡ് സേഫ്റ്റി വെക്കുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മെഷീനറീസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകള്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകള്, മെഷീനറീസ് യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ്, അപ്പൊ എല്ലാം നമ്മൾ എന്തായിരിക്കണം, അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. കാരണം നമ്മള് വളരെയധികം വർക്കിൽ ഫോക്കസ് കൊടുക്കണം. സേഫ് ആൻഡ് സെക്യൂർ അല്ലേ. ഇപ്പൊ നമ്മൾ ആസിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, ഈ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ ആസിഡ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, മരുന്ന് ഉണ്ടാക്കുന്ന അത്രയും മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ ഈ ആസിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ വളരെയധികം സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം.
കാരണം നമ്മൾ ഗ്ലാസ് നമ്മൾ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ് നല്ല ഗ്ലാസ്, അത് വെച്ചാൽ ഒരു കംപ്ലൈൻസും വരാത്ത, നമ്മളെ ഹെൽത്തിന് ഇഞ്ചുറി വരാത്ത ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളെ കണ്ണിലോട്ടൊന്നും വരാത്ത രീതിയിലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം. ഇപ്പൊ നമ്മള് ചില ആസിഡൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ് വീണ് കഴിയുന്നത്, നമ്മുടെ കയ്യിൽ ഓട്ട സംഭവിക്കും. പിന്നെ കയ്യിൽ എന്തായാലും ഇങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ ഒരുപാട് ആസിഡ്സ് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഈ ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് വരാം. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം. ദെൻ യൂണിയൻ ആൻഡ് ലേബർ റിലേഷൻസ്. യൂണിയൻ ആൻഡ് ലേബർ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ യൂണിയൻ അല്ലെ എലക്ഷൻ നടത്താറുണ്ട്. നമ്മള് ഒരുപാട് യൂണിയൻസ് അല്ലെ എലക്ഷൻ നടത്തുമ്പോഴാണ് ഇവര് ഭരിക്കുന്നതും ഈ ആളുകൾ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇവര് ഭരിക്കുക, അല്ലെങ്കിൽ ഈ യൂണിയനാണ് ഇപ്പോൾ ഉള്ളത്. ഈ നമ്മള് കോളേജിൽ കണ്ടിട്ടില്ലേ, MSF, അതേപോലെ തന്നെ എന്താണ് UDF, LDF അല്ലെ, അങ്ങനെ എന്താ ഒരുപാട് യൂണിയൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോളേജിലൊക്കെ ആണെങ്കിൽ ഒരുപാട് യൂണിയൻസ്. MSF ആണ് ഇപ്പൊ ഈ കോളേജ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്പനി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു യൂണിയൻ ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ എന്താ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള, എല്ലാവരും യുണീക്ക്, എല്ലാവരും ഈക്വൽ ആയിട്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരുടെ കാര്യങ്ങൾക്കും ഓക്കെ ആയിട്ടുള്ള, എല്ലാവരുടെ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഒരു യൂണിയൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഇലക്ഷനെ ആയിരിക്കും എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നല്ല രീതിയിലുള്ള റിലേഷൻ എന്ത് ചെയ്യുക, അവിടെ കീപ്പ് ചെയ്യാം. എന്നാൽ മാത്രം എന്ത് ചെയ്യും, ആ യൂണിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരും. സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം, അതിനൊരു സൊല്യൂഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യൂലേ. അവിടെ നമ്മളെ പ്രശ്നങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തൊരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു യൂണിയൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഓക്കെ ആയി തോന്നുന്ന ആ ഒരു യൂണിയൻ എന്ത് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യുന്നു. അവരെ ആ ഒരു യൂണിയൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സക്സസ് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവര് ലേബേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, നല്ല റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, അവരുടെ പ്രോബ്ലംസ് എന്ത് ചെയ്യും, നമുക്ക് ഇല്ലാതാക്കാനും സോൾവ് ചെയ്യാനും കഴിയും. Then next point and assessing performance of employees. Assessing performance of employees എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ എംപ്ലോയീസ്, നമ്മൾ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, 1 വീക്കിൽ അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ അസസ് ചെയ്യണം. ഒരു പെർഫോമൻസ് അനാലിസിസ് നമ്മൾ ചെയ്യണം. കാരണം അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ എത്രത്തോളം, എത്ര ടൈം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ടൈമാണ് അവർ ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവർക്ക് നല്ല രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടോ, നല്ല രീതിയിൽ എന്താ അവർക്ക് ഇത്ര രീതിയിൽ ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത്ര പേപ്പേഴ്സ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഇത്ര ഡോക്യുമെന്റ്സ് അവർക്ക് അപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് അവർക്ക് ഫുൾ കംപ്ലീറ്റഡ് ആക്കാൻ പറ്റുന്നുണ്ടോ, അവർക്ക് കൊടുത്ത ടാസ്ക് അവർക്ക് കൂടുതൽ ചെയ്യുന്നുണ്ടോ, കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും അത് നന്നായി ചെയ്യുമോ, ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പെർഫോമൻസിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ഈ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സാലറി പാക്കേജ് കൊടുക്കാൻ പറ്റും, അവർക്ക് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, HR എന്ത് ചെയ്യണം, എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യണം. ദെൻ പിന്നെ എന്താണ്, എൻഷുർ എംപ്ലോയി ഡിസിപ്ലിൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എവിടെയാണെങ്കിലും, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ജോബിലാണെങ്കിലും, വർക്കിലാണെങ്കിലും, എവിടെയാണെങ്കിലും എന്താണ്, ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡിസിപ്ലിൻ കൊണ്ട് എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡ് നമുക്ക് ഫോക്കസ് എടുക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ വർക്കിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസിപ്ലിൻ ഏതൊരു ഇപ്പൊ നമ്മളൊരു കമ്പനിയിലോട്ട്, ഷോപ്പിലോട്ട് കയറിച്ചില്ലാണ്, അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ മൊത്തം സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഡിസിപ്ലിനും ഇല്ലാതെ അവർ എന്തൊക്കെയോ ചെയ്യുന്നു, അവരുമായിട്ട് അവർ ചിരിക്കുന്നു, അവർ സംസാരിക്കുന്നു. ആ രീതിയിൽ എന്താണ്, അവര് ഒരുപാട് എന്താണ്, ഒരുപാട് അവരുമായിട്ട് എന്ത് ചെയ്യുക, അവർ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, അവർ സംസാരിക്കുന്നു. നമുക്ക് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരു സർവീസും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ആ ഒരു ഷോപ്പ്, ആ ഒരു കമ്പനിയിൽ എന്തില്ല, ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയാം.
അല്ലെ? അപ്പോ ഡിസിപ്ലിൻ എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. ഒരു ഷോപ്പിലോട്ട് ഒരു കസ്റ്റമർ കയറി ചെല്ലുന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഒരു ഡിസിപ്ലിൻ വേണം. എന്നാൽ മാത്രമേ അത് അവരെ ഇംപ്രസ് ചെയ്യിക്കുള്ളൂ. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഡീലിംഗ് വിത്ത് ഗ്രീവൻസസ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പരിഹരിക്കണം. എന്തെങ്കിലും പ്രോബ്ലംസ് അറേസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതിന് എന്ത് ചെയ്യണം? അതിനെ പരിഹരിക്കണം. അതിന് അവർക്കൊരു സൊല്യൂഷൻസ് വേണം. ഇപ്പോ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ടു എംപ്ലോയീസ്, അല്ലെങ്കിൽ കമ്പാരിസൺ പ്രോബ്ലംസ്, മെന്റൽ സ്ട്രെസ്, മിസ്ബിഹേവിയേഴ്സ് എല്ലാം എന്ത് ചെയ്യുക? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ അതിന് ഉണ്ടാക്കി കൊടുക്കണം, ഒരു ആക്ഷൻസ് അതിനെടുക്കണം. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ഡിസ്മിസൽ. ഡിസ്മിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കമ്പനിയുടെ ലോനെ ബാധിക്കുന്ന, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബാധിക്കുന്ന, കമ്പനിയെ വളരെയധികം എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു പ്രോബ്ലം അറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിയെ ആ ലോ പ്രകാരം, ആ ലെജിസ്ലേഷൻ പ്രകാരം എന്ത് ചെയ്യണം? ഡിസ്മിസൽ ചെയ്യണം. ലീഗലി എന്ത് ചെയ്യണം? അവരെ ഡിസ്മിസ് ചെയ്യണം. ഓക്കെ, അതിനുള്ള ആക്ഷൻസും ആര് നടത്തണം? HR മാനേജേഴ്സ് നടത്തണം. ഇപ്പൊ ഒരു ലേഡിനോട് അല്ലെങ്കിൽ വുമൺ സ്റ്റാഫിനോട് എന്ത് ചെയ്തു? ഒരു മിസ്ബിഹേവ് ചെയ്തു. ആ വുമൺ എന്ത് ചെയ്യാൻ പറ്റില്ല? അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു മിസ്ബിഹേവിയർ കാരണം ആ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ? ഈ ഒരു സ്റ്റാഫിൽ എന്ത് ചെയ്യണം? അവിടുന്ന് ഡിസ്മിസ് ചെയ്യണം. ലീഗലി എന്ത് ചെയ്യണം? അവരെ ഡിസ്മിസ് ചെയ്യണം. ലോ വെച്ച്, ആ ഒരു ബിസിനസിന്റെ ലോ, റൂൾസ് റെഗുലേഷൻസ് വെച്ച് എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണം? ഡിസ്മിസ് ചെയ്യണം. അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് റോൾസ് ഓഫ് HR മാനേജേഴ്സ് ഇൻ റീറ്റെയിൽ. റീറ്റെയിലിംഗിൽ HR മാനേജേഴ്സിന്റെ റോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി ആ ഒരു പോയിന്റ്സ് എല്ലാം ഒരേ പോയിന്റ്സ് ആണെന്നുള്ളൂ, എല്ലാം പറയുന്ന ഒരേ മീനിങ് ആണ്. റോൾസ് ഓഫ് HR മാനേജേഴ്സ് ഇൻ റീറ്റെയിൽ. റീറ്റെയിലിംഗിൽ വരുന്ന HR മാനേജേഴ്സിന്റെ റോള് ഫസ്റ്റ്ലി എന്താ? ഹ്യൂമനിറ്റേറിയൻ റോള്. ഹ്യൂമനിറ്റേറിയൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും എന്താണ്? വർക്കേഴ്സ്, എംപ്ലോയീസ് എന്താ? ഒരു ഹ്യൂമൻ ബീയിങ് ആ, അല്ലെങ്കിൽ ആ വർക്കേഴ്സ് അവിടുത്തെ മെഷീൻസ് അല്ല, റോബോട്ട് നോ മെഷീൻസ് അല്ല, റോബോട്ട് അല്ല, ഒന്നല്ല. അവിടുത്തെ എന്താ? ഹ്യൂമൻ ബീയിങ് തന്നെയാണ് അവിടുത്തെ വർക്കേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരുമായിട്ട് അവരുടെ വർക്കേഴ്സിന്റെ ഫീലിങ്സ്, ഇമോഷൻസ്, പെയിൻഫുൾ സ്റ്റേജ്, അവരുടെ സ്ട്രെസ്, വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, അവരുടെ പെർഫോമൻസ് എല്ലാം എന്ത് ചെയ്യണം? അതിനൊരു കൺസിഡറേഷൻ കൊടുക്കണം. അവരുമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഫസ്റ്റ്ലി നമ്മളോട് ഒരു HR നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 1 month കഴിഞ്ഞാലൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ഒരാളോട് ഒരു HR മാനേജറോട് നമ്മളെ കാര്യം നമ്മൾ ചിലപ്പോൾ പറയൂല. കുറച്ച് ടൈം എടുക്കും. അവരുമായിട്ടൊരു ഇന്റർലേറ്റഡ് അല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അവരോട് പറയുള്ളൂ. അപ്പൊ ഒരു ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ത് ചെയ്യണം? ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കണം. ദെൻ കൗൺസിലർ എന്താണ്? അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് എന്ത് ചെയ്യണം? കേൾക്കാൻ റെഡി ആവണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ റെഡി ആവണം. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മൈൻഡിൽ, അവർക്ക് വർക്കിൽ ഫോക്കസ് കിട്ടാതിരിക്കാനുള്ള കാരണം, കസ്റ്റമേഴ്സുമായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ അവർക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ അവർക്ക് ഈ വർക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരണോ, അല്ലെങ്കിൽ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യണോ, എല്ലാം അവർക്ക് എന്താണ് വർക്ക് റിലേറ്റഡ് ഇഷ്യൂ എങ്കിൽ എന്ത് ചെയ്യണം? അവരുമായി സംസാരിച്ച് എന്ത് ചെയ്യണം? അതിനെ ഓക്കെ ആക്കണം. ദെൻ മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനേജറും എംപ്ലോയീസും തമ്മിലുള്ള ഇടയിലുള്ള ഒരാളാണ് ഈ HR മാനേജർ. എംപ്ലോയീസ് ആരോടാ പറയാ? ഈ എംപ്ലോയർ അല്ലെങ്കിൽ HR മാനേജറോട് പറയും എന്ത് പ്രശ്നങ്ങളും. അവരാണ് അത് മാനേജറിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈ ഒരു HR മാനേജേഴ്സ്. ഇപ്പൊ എന്ത് കംപ്ലൈന്റ്സും, എന്ത് ഇഷ്യൂസും, സാലറി ആയിക്കോട്ടെ, വർക്ക് റിലേറ്റഡ് എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീവിന്റെ കാര്യം എന്തായിക്കോട്ടെ, എന്താണ് ഇവരുമായിട്ട് എന്ത് ചെയ്യാം? സംസാരിച്ച് അവരത് എന്ത് ചെയ്യും? ഒരു നല്ലൊരു ഗുഡ് റിലേഷനിൽ എന്ത് ചെയ്യും? ആ മാനേജേഴ്സിലോട്ട് എത്തിക്കും. ദെൻ സ്പോക്സ്മാൻ, അതായത് എന്താണ്? അവരോട് എംപ്ലോയീസിനോട് സംസാരിക്കാനുള്ള ഒരു ഗുഡ് ഒരാള്. നമുക്ക് മാനേജേഴ്സ് എപ്പോഴും ഇപ്പോ എംപ്ലോയീസിനോട് സംസാരിച്ചിരിക്കോ? വർക്കേഴ്സിനോട് എന്താ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ എങ്ങനെയാ, അങ്ങനെ സംസാരിച്ചിരിക്കോ? ഇല്ല. അവിടെ ഒരാളുണ്ടാവും. ആ ഒരു HR മാനേജർ ആയിരിക്കും എന്തുണ്ടാവുക? ഇവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അല്ലെ? ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്, ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അവിടുത്തെ വർക്ക് റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരിക്കും? ഈ ഒരു HR മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്
നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് ഇഷ്യൂസ് നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർക്ക് ഇതാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതാണ് അവരുടെ വർക്ക് സിറ്റുവേഷന് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോബ്ലം സോൾവർ, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും? HR മാനേജേഴ്സ്. എംപ്ലോയീസിന്റെ എന്ത് ഗ്രീവൻസസും എന്താണെങ്കിലും ഇവർ സോൾവ് ചെയ്ത് കൊടുക്കും, അതിനുള്ള ആക്ഷൻസ് എടുക്കും, അതിനുള്ള മെഷേഴ്സ് എടുക്കും. എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും, എന്ത് കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനൊരു മെഷേഴ്സ്, ഒരു ആക്ഷൻസ് എന്ത് ചെയ്യും? ഈ HR മാനേജേഴ്സ് എടുക്കും, മാനേജേഴ്സിന് പറഞ്ഞെടുക്കും. ദെൻ ചേഞ്ച് ഏജന്റ്, അതായത് ഇപ്പൊ നമ്മള് ഏജന്റുമാരുണ്ടാവും അല്ലെ, നമ്മുടെ ബിസിനസ്സിനെ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ, നമ്മുടെ ആക്ടിവിറ്റീസിന് കൂടുതൽ, കസ്റ്റമേഴ്സിന് കൂടുതൽ റീച്ച് കൊടുക്കാന്, നമ്മുടെ പ്രൊഡക്ട്സ് എത്തിക്കാന് ഒരു അഡ്വർടൈസ്മെന്റ് ഏജന്റ് ഉണ്ടാവാം ചിലപ്പോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്താൻ ഏജന്റ് ഉണ്ടാവാം. അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരുടെ വർക്കൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഇല്ലാത്ത വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ മാറ്റാം, ആ ഏജന്റിനെ മാറ്റാം. നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, നമുക്കൊരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല, അവർ വെറുതെ വരുന്നു പോകുന്നു, സാലറി മേടിക്കുന്നു, ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് അവരെ മാറ്റാം. ഓർഗനൈസേഷന്റെ റൂൾസ് റെഗുലേഷൻസ് പോളിസീസ് ഒന്നും അവർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് മാറ്റാം. പ്രൊഡക്ട്സ് സെയിലായി പോകുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഏജന്റുമാരെ മാറ്റാം. ദെൻ മാനേജ്മെന്റ് ഓഫ് മാൻ പവർ റിസോഴ്സസ്, അതായത് പീപ്പിൾ മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്. എല്ലാവരും എന്ത് ചെയ്യണം? അവിടുത്തെ എംപ്ലോയീസിനെ, അവിടുത്തെ എന്താണ് വർക്കേഴ്സിനെ, കസ്റ്റമേഴ്സിനെ എല്ലാം എല്ലാവരും മാനേജ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു HR മാനേജേഴ്സ് ആണ്. ഓക്കെ, എംപ്ലോയി മാനേജ്മെന്റ് ആണ്. എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്? വർക്കേഴ്സിന് എന്ത് ചെയ്യാണ്? അവിടെ മാനേജ് ചെയ്യാണ്, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നില്ലേ നോക്കുന്നുണ്ട്, അപ് ടു ഡേറ്റ് അല്ലേ കാര്യങ്ങൾ പോകുന്നത്, എല്ലാം കറക്റ്റ് രീതിയിൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നില്ലേ, പോളിസി റൂൾസ് റെഗുലേഷൻസ്. ഇപ്പോൾ നമ്മൾ നേരം വഴിക്ക് വരുമ്പോൾ പങ്ക്ച്വൽ ഉണ്ടാവും അല്ലെ, പങ്ക്ച്വൽ ആയിട്ട്, അതായത് പഞ്ചിങ് മെഷീൻ ഒക്കെ ഉണ്ടാവും. ഈ പഞ്ചിങ് മെഷീനിൽ നമ്മൾ അത്രയും ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാലറി കട്ട് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എംപ്ലോയീസ് നേരത്തെ വരാൻ തുടങ്ങും ഇല്ലേ? അങ്ങനെ എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഓക്കെ ആവുന്നില്ലേ? എല്ലാവരും ഒരു ഇന്റഗ്രേഷനിലൂടെ അല്ലേ, ടീമായിട്ടല്ലേ പോകുന്നത്? എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നുണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ? എല്ലാം നോക്കി നടത്തി കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആരാണ്? ഈ വർക്കേഴ്സിനെ HR മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഫസ്റ്റ് ക്ലാസ് നമ്മളതാണ്. ഇനിയും ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ യൂണിറ്റിന്റെ ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ചോദിക്കാം. എനി ടൈം അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.